എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ടുമോറോ ഐ ആം ഗോയിങ് ടു ബി 27. അപ്പം അൻസർ എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുക്ക് ചെയ്തിട്ടുണ്ട് ആരാ ഞാൻ തന്നെ. അപ്പം അതിനുവേണ്ടി നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോവാണ്. ചിക്കനൊക്കെ വാങ്ങാം. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തു, പ്ലീസ് ആസിയ കുക്ക് ചെയ്യൂ. അങ്ങനെ ഞാൻ ബിരിയാണി നാളെ ഉണ്ടാക്കാൻ പോവുകയാണ്. നാളെയല്ല, ഇന്ന് രാത്രി. ചിക്കൻ തപ്പുകയാണ്. എനിക്കറിയാം ചിക്കൻ എവിടെയാണ്, എന്നാലും ഞാൻ തപ്പു. ഫൈനലി നമ്മൾ ചിക്കൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഫുൾ കോഴിയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇത് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഫുൾ കോഴി എടുക്കില്ല. നമ്മൾ എന്തെടുക്കും? ഈസി പരിപാടി. ഒരു ചിക്കൻ പോരെ, ഒരെണ്ണം വീട്ടിലിരിപ്പില്ലേ? അപ്പം നമ്മൾ ചിക്കൻ വാങ്ങിച്ചു. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ വേണം. അരിയൊക്കെ വീട്ടിലുണ്ട്. നമുക്കതൊക്കെ പടേന്ന് വാങ്ങാം. അപ്പം നമുക്ക് ബില്ല് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് വീട്ടിൽ പോവാം, കുക്ക് ചെയ്യാം, ഫ്രണ്ട്സിനെ വിളിക്കാം. ശരിക്കും എനിക്കിതൊരു സർപ്രൈസ് തന്നെയായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഭയങ്കര ഭംഗിയാക്കുമെന്ന്. ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യാം, ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ മാത്രമാണ് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വന്നത്. എൻ്റെ വീട്ടിൽ വെച്ചിട്ടല്ലായിരുന്നു ഇത് അറേഞ്ച് ചെയ്ത്, ഫ്രണ്ടിൻ്റെ വീട്ടിൽ. കാരണം എൻ്റെ വീട്ടിൽ ഒരു 10 മണിക്ക് ശേഷം സൗണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കേട്ടാൽ ഭയങ്കര ഇഷ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് വീട്ടിലാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് എല്ലാവരും ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. നല്ല രസമായിരുന്നു. ഞങ്ങളെല്ലാവരും കുറേ നേരം എൻജോയ് ചെയ്തു, കുറേ നേരം ഡാൻസ് കളിച്ചു, എല്ലാവരുമായിട്ട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പി അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു എല്ലാവരും പറഞ്ഞു. പിന്നെ ആൻസർ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നു. ഇത് ഞാൻ ആഗ്രഹിച്ച ഒരു കൈൻഡ് ഓഫ് ഊഞ്ഞാലായിരുന്നു. പക്ഷേ സർപ്രൈസ് ആയിരുന്നു, ഞാൻ ഒട്ടും ഓർത്തിട്ടുണ്ടായിരുന്നില്ല ഇത് വാങ്ങുമെന്ന്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു. അങ്ങനെ കുറേ നേരം കൂടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയി.